നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2025 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഒരു 25 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് റിലേറ്റഡ് ഫാക്ടുകൾ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സിന്റെ സീരീസ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ബാക്കി ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോ എന്തായാലും സംസാര സമയം കളയുന്നില്ല, ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിലവിൽ നമുക്കറിയാം ഒരുപാട് ന്യൂസുകൾ നിങ്ങൾ കാണുന്നുണ്ടല്ലേ, നമ്മുടെ കാട്ടിലുള്ള മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് വാർത്തകൾ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മുടെ കാട്ടിലെ മൃഗങ്ങൾ അല്ലെങ്കിൽ കാടിറങ്ങുന്ന മൃഗങ്ങളെ തുരത്താൻ കഴിയുന്ന ഡ്രോണിന്റെ പേര് ചോദിച്ചാൽ അതെന്താണ്? അസ്ത്ര V1 എന്നാണ്. എന്താണ്? അസ്ത്ര V1 എന്നാണ് ആ ഒരു ഡ്രോണിന്റെ പേര്. കാടിറങ്ങുന്ന മൃഗങ്ങളെ തുരത്താൻ കഴിയുന്ന ഡ്രോണിന്റെ പേരെന്താണ്? അസ്ത്ര V1. ഇതിന് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഡ്രോൺ ആണ് കേട്ടോ. ഇത് കോട്ടയത്തെ നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി കോട്ടയമാണ് ഈ ഒരു എന്ത് ചെയ്യുന്ന അസ്ത്ര V1 എന്ന് പറയുന്ന ഈ ഒരു ഡ്രോൺ ഡെവലപ്പ് ചെയ്യുന്നവരാണ്. അപ്പൊ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു തവണ മയക്കുവെടി വരെ വെക്കാൻ കഴിയുന്ന ഫെസിലിറ്റി ഉള്ള ഒരു ഡ്രോൺ ആണ്. എന്ന് വെച്ചാൽ ഈ കാട്ടാനയും കാര്യങ്ങളൊക്കെ ഇറങ്ങി വരാൻ നേരത്ത് എന്ത് ചെയ്യാൻ കഴിയും? ഒരു തവണ എന്ത് ചെയ്യാൻ കഴിയും? കറക്റ്റ് എയിം ചെയ്തിട്ട് കാട്ടാനയെ നമുക്ക് വെടിവെച്ച് വീഴ്ത്താൻ കഴിയും. അതുപോലെ തന്നെ ഈ കാടിറങ്ങി വരുന്ന മൃഗങ്ങളെ അതിന്റെ ഈ ഡ്രോണിനകത്തുള്ള ഒരുപാട് സൗണ്ട്സ് വേരിയേഷൻ, ചില ഈ മൃഗങ്ങൾക്ക് അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? സൗണ്ടുകൾ പുറപ്പെടുവിക്കാനായിട്ട് കഴിയും. അപ്പൊ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സൗണ്ടുകൾ പുറപ്പെടുവിച്ചുകൊണ്ട് ഈ വരുന്ന മൃഗങ്ങളെ തുരത്തി ഓടിക്കാൻ കഴിയുന്ന ഫെസിലിറ്റി കൂടി എന്താണ് ഈ പറയുന്ന അസ്ത്ര V1 എന്ന് പറയുന്ന ഈ ഒരു ഡ്രോണിനകത്ത് അവൈലബിൾ ആണ്. അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. കാടിറങ്ങുന്ന മൃഗങ്ങളെ തുരത്താൻ കഴിയുന്ന ഡ്രോണിന്റെ പേര് ചോദിച്ചാൽ അസ്ത്ര V1 ആണ്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഗില്ലൻ ബാരി സിൻഡ്രം ബാധിച്ച് കേരളത്തിൽ ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, പഠിച്ചു വെച്ചേക്കുക. എന്താണ് ആ അസുഖത്തിന്റെ പേരെന്താണ്? ഗില്ലൻ ബാരി സിൻഡ്രം. ഗില്ലൻ ബാരി സിൻഡ്രം ബാധിച്ച് കേരളത്തിൽ ആദ്യത്തെ മരണം നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണത്? മൂവാറ്റുപുഴയിലാണ് ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് ഈ പറയുന്ന ഗില്ലൻ ബാരി സിൻഡ്രം? ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ പ്രവർത്തനം തകരാറിലാക്കിക്കൊണ്ട് നാഡീ സംബന്ധമായിട്ടുള്ള എന്ത് ചെയ്യുക, രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയെ പറയുന്ന പേരാണെന്ത്? ഗില്ലൻ ബാരി സിൻഡ്രം. അപ്പൊ അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഗില്ലൻ ബാരി സിൻഡ്രം ബാധിച്ച് കേരളത്തിൽ ആദ്യത്തെ മരണം നടക്കുന്നത് അല്ലെങ്കിൽ മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മൂവാറ്റുപുഴയിലാണ്. നാഡീ സംബന്ധമായിട്ടുള്ള ഒരു രോഗാവസ്ഥയാണ് എന്ത് പറയുന്നത്? നമ്മുടെ ഗില്ലൻ ബാരി സിൻഡ്രം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഒരു റെയർ ക്വസ്റ്റ്യൻ ആണ്, അത് പഠിച്ചു വെച്ചേക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്: കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഭരതനാട്യം, കഥകളി. ഏതൊക്കെയാണ്? കുച്ചിപ്പുടി വരുന്നുണ്ട്, അതുപോലെ തന്നെ മോഹിനിയാട്ടം വരുന്നുണ്ട്, അതുപോലെ തന്നെ കഥകളി വരുന്നുണ്ട്, ഭരതനാട്യം വരുന്നുണ്ട്. അപ്പൊ 4 വരുന്നുണ്ട്. ഏതൊക്കെയാണ്? നമ്മുടെ കുച്ചിപ്പുടി വരുന്നുണ്ട്, മോഹിനിയാട്ടം വരുന്നുണ്ട്, ഭരതനാട്യം വരുന്നുണ്ട്, കഥകളി. ഇവ 4 സമന്വയിപ്പിക്കുന്ന നൃത്തരൂപത്തിന്റെ പേര് ചോദിച്ചാൽ എന്താണ്? യാജ്ഞസേനി എന്നാണ്. എന്താണ്? യാജ്ഞസേനി എന്ന് കൃത്യമായി പഠിച്ചു വെച്ചേക്കുക. കുച്ചിപ്പുടി, അതുപോലെ തന്നെ മോഹിനിയാട്ടം, അതുപോലെ തന്നെ ഭരതനാട്യം, അതുപോലെ തന്നെ കഥകളി. ഇവ 4 കൂടി സംയോജിപ്പിക്കുന്ന, 4 കൂടി കമ്പൈൻ ചെയ്യുന്ന എന്താണ് ഒരു നൃത്തരൂപത്തിന്റെ പേരാണ് എന്താണ്? യാജ്ഞസേനി. അത് പഠിച്ചു വെച്ചേക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുന്നേ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ക്ലാസ്സുകൾ ഇനി കണ്ടിന്യൂ ചെയ്യണോ, കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലല്ലേ ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ ആവശ്യമുണ്ടോ ഇല്ലെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുക. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തില് ഖരമാലിന്യത്തിന്റെ ശാസ്ത്രീയ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുകൊണ്ട് മാലിന്യത്തിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റ് എനർജി പ്ലാന്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? വേസ്റ്റ് എനർജി പ്ലാന്റ്. ഈ പറയുന്ന മാലിന്യത്തിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റ് എനർജി പ്ലാന്റ് തയ്യാറാകുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണെന്ന് അറിയാമോ? പാലക്കാടുകാരെങ്കിലും ക്ലാസ് കാണുന്നുണ്ടോ? ഉണ്ടോ? പാലക്കാടാണ് അല്ലെ. അപ്പൊ കേരളത്തിലെ ഖരമാലിന്യത്തിൽ നിന്നും ശാസ്ത്രീയമായി ഖരമാലിന്യത്തിന്റെ ശാസ്ത്രീയ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുകൊണ്ട് എന്താണ് വേസ്റ്റിൽ നിന്നും അല്ലെങ്കിൽ ഈ പറയുന്ന ഖരമാലിന്യങ്ങളിൽ നിന്നും എന്താണ് ഈ പറയുന്ന ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എനർജി പ്ലാന്റ് തയ്യാറാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണത്? പാലക്കാടാണ് കേട്ടോ, പാലക്കാടാണ്. ഓക്കെ ആണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം ഇതാണ്:
ആരോഗ്യ സാമ്പത്തിക കണ്ടുപിടുത്തങ്ങൾ കൈമാറുന്നത് സംബന്ധിച്ച് ലോകാരോഗ്യ സംഘടനയുമായി ധാരണാപത്രം ഒപ്പിടുന്ന സ്ഥാപനത്തിന്റെ പേരെന്താണ്? ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. നമുക്കറിയാം ആരോഗ്യ സാമ്പത്തിക കണ്ടുപിടുത്തങ്ങളാണ്. ആരോഗ്യ സാമ്പത്തിക കണ്ടുപിടുത്തങ്ങൾ കൈമാറുന്നത് സംബന്ധിച്ച് ലോകാരോഗ്യ സംഘടനയുമായിട്ട് ധാരണാപത്രം ഒപ്പുവെക്കുന്ന സ്ഥാപനം ചോദിച്ചാൽ അതേ സ്ഥാപനമാണ് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തുമായിട്ടാണ്? ആരോഗ്യ സാമ്പത്തികമാണ് അല്ലെ. ആരോഗ്യ സാമ്പത്തിക കണ്ടുപിടുത്തങ്ങൾ കൈമാറുന്നതുമായി സംബന്ധിച്ച് ലോകാരോഗ്യ സംഘടനയുമായി ധാരണാപത്രം ഒപ്പുവെക്കുന്ന സ്ഥാപനം ചോദിച്ചാൽ അതേതാണ്? ഈ പറയുന്ന ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ആറാമത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പേരുടെ മരണത്തിന് കാരണമാകുന്നത് ഹൃദ്രോഗമാണ്. അനാവശ്യമായിട്ടുള്ള പുറത്തു നിന്നുള്ള ജങ്ക് ഫുഡ്, അതുപോലെ തന്നെ വറുത്തതും കരിച്ചതും എണ്ണ, ഈ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഒരുപാട് ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് ഇന്ന് ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ വരുന്നുണ്ട്. ആൾക്കാരൊക്കെ നിന്ന നിൽപ്പിലാണ് മരിച്ചു പോകുന്നത് അല്ലെ, അറ്റാക്ക് ഒക്കെ വന്നിട്ട്. അപ്പോ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പേര് മരണത്തിന് കാരണമാകുന്നത് ഹൃദ്രോഗം കൊണ്ടാണ്. രണ്ടാമത് ആസ്മയാണ്. രണ്ടാമത് ആസ്മ. മൂന്നാമത് ക്യാൻസർ ആണ്. അപ്പൊ ആദ്യം വരുന്ന ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ഹൃദ്രോഗമാണ്. രണ്ടാമത് ആസ്മ, മൂന്നാമത് ക്യാൻസർ. അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പേരുടെ മരണത്തിന് കാരണമാകുന്നതാണ് ഹൃദ്രോഗം, ആസ്മ, ക്യാൻസർ. ഓക്കെ, അതൊന്ന് കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക. അപ്പൊ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത 6 ചോദ്യങ്ങൾ ഞാൻ ഒന്നും കൂടി പറയുന്നു. എന്തൊക്കെയാണ്? ഈ പറയുന്ന കാടിറങ്ങി വരുന്ന മൃഗങ്ങളെ തുരത്താൻ കഴിയുന്ന ഡ്രോണിന്റെ പേരാണ് അസ്ത്ര V1. പിന്നെ പറഞ്ഞു ഗില്ലൻ ബാരി സിൻഡ്രം ബാധിച്ച് കേരളത്തിലെ ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്യുന്നത് മൂവാറ്റുപുഴയാണ്. ശരീരത്തിന്റെ ഡിഫൻസ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ എന്ത് ചെയ്യുന്നു? മോശമായി ബാധിച്ചുകൊണ്ട് നാഡീവ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഈ പറയുന്ന ഗില്ലൻ ബാരി സിൻഡ്രം. പിന്നെ പറഞ്ഞെന്താണ്? കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഭരതനാട്യം എന്നിവ ഒരുമിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന 4 കലകളും സമന്വയിപ്പിച്ചുകൊണ്ട് വരുന്ന നൃത്തരൂപമാണ് എന്ത്? യാജ്ഞസേനി. പിന്നെന്താ പറഞ്ഞത്? കേരളത്തിലെ ഖരമാലിന്യത്തിന്റെ ശാസ്ത്രീയ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടുകൊണ്ട് മാലിന്യത്തിൽ നിന്നും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റ് എനർജി പ്ലാന്റ് വരുന്ന എവിടെയാണ്? പാലക്കാടാണെന്ന് പറഞ്ഞു. പാലക്കാടാണ്. പിന്നെ ആരോഗ്യ സാമ്പത്തിക കണ്ടുപിടുത്തങ്ങൾ കൈമാറുന്നത് സംബന്ധിച്ച് ലോകാരോഗ്യ സംഘടനയുമായിട്ട് ധാരണാപത്രം ഒപ്പുവെക്കുന്ന സ്ഥാപനമാണ് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പേരുടെ മരണത്തിന് കാരണമാകുന്നത് ഹൃദ്രോഗമാണ്. രണ്ടാമത് ആസ്മ, മൂന്നാമത് ക്യാൻസർ. അടുത്ത നമുക്ക് നമ്മുടെ 7ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്കറിയാം നമ്മുടെ ചാനലിൽ നിലവിലെ ഫോഴ്സിന്റെ ക്ലാസ്സുകൾ എടുത്തു വരുന്നുണ്ട്. അപ്പോ ഇനി വരുന്ന നമ്മുടെ പോലീസിന്റെ ബാക്കിയുള്ള ക്ലാസ്സുകൾ, അതുപോലെ തന്നെ എക്സൈസിന്റെ ക്ലാസ്സുകൾ, ഫയർഫോഴ്സിന്റെ ക്ലാസ്സുകൾ, ഇനി വരാൻ പോകുന്ന നമ്മുടെ ബീറ്റ് ഫോറസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള അതിന്റെ ക്ലാസ്സുകൾ എല്ലാം കിട്ടുക ഈ പറയുന്ന ഫോഴ്സ് ബാച്ചിലായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. 999 രൂപയാണ് കമ്പൈൻഡ് ബാച്ച് ആയിട്ടുള്ള ഈ പറയുന്ന ഫോഴ്സ് 2025 പേയ്മെന്റ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ 999 രൂപ. താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 9961696972. ഈ നമ്പറിൽ പേയ്മെന്റ് ചെയ്തിട്ട് ഇതേ നമ്പറിൽ തന്നെ എന്ത് ചെയ്താൽ മതി? പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ വാട്സാപ്പിൽ ഒന്ന് അയച്ചു തരാണെന്നുണ്ടെങ്കിൽ, സെയിം നമ്പർ തന്നെ വാട്സാപ്പിൽ അയച്ചു തരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ പോലീസിന്റെയോ എക്സൈസിന്റെയോ ഫയറിന്റെയോ ബീറ്റിന്റെയോ അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ മെയിൻസിന്റെയോ ഡ്രൈവർ ബാച്ചുകളുടെയോ ഒക്കെ ഈ പറയുന്ന മാത്രം മതി, ഏതെങ്കിലും 1-2 ബാച്ച് മാത്രം മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ആ ബാച്ചിന്റെ പേര് മാത്രം നിങ്ങൾ അയച്ചു തരിക. നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാനുള്ള ബാക്കി ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. നമ്മുടെ ബാക്കിയുള്ള ക്ലാസ്സുകൾ അതിനകത്ത് നിന്ന് ഫോളോ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാൻ. നമ്മുടെ 7ാമത്തെ ചോദ്യം ഇതാണ്. 2023 കേരള പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള മുൻ ISRO ചെയർമാന്റെ പേരെന്താണ്? ഇമ്പോർട്ടന്റ് ആണേ. അപ്പൊ 2023 വിചാരിച്ചോണ്ട് കളയണ്ട, ചോദിക്കും കേട്ടോ. അപ്പൊ 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിക്കുന്ന മുൻ ISRO ചെയർമാന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? സോമനാഥാണ് അല്ലെ. സോമനാഥാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ചോദ്യമാണ്. 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിക്കുന്ന മുൻ ISRO ചെയർമാന്റെ പേരെന്താണ്? സോമനാഥ് എന്നാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? നിലവിലെ ISRO ചെയർമാൻ. ഓക്കെ, നിലവിലെ ISRO ചെയർമാൻ ആരാണെന്ന് എന്ത് ചെയ്യുക? നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. കമന്റ് ആയിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോ കേരള ശാസ്ത്ര പുരസ്കാരം ലഭിക്കുന്ന മുൻ ISRO ചെയർമാൻ ആണ് ആര്? സോമനാഥ്. നിലവിലെ ചെയർമാൻ ആരാണെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പലതവണയായിട്ട് നമ്മുടെ PSCയിൽ ചോദിച്ചിട്ടുള്ള ഒരു കണ്ടന്റ് ആണ്, കറണ്ട് അഫയർ കണ്ടന്റ് ആണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ്. അപ്പൊ ഈ പറയുന്ന ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? നിലവിൽ 80ാം സ്ഥാനമാണ്. നേരത്തെ അത് 82 ആയിരുന്നു കേട്ടോ. അപ്പൊ 82 നിന്ന് മാറി നിലവിൽ എത്രയായി?
80 മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ പാസ്പോർട്ട് കൈവശമുള്ള ആൾക്ക് എന്ത് ചെയ്യാൻ 56 രാജ്യങ്ങൾ നമുക്ക് വിസ കൂടാതെ സന്ദർശിക്കാനായിട്ട് കഴിയും കേട്ടോ. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചാൽ നമുക്ക് ഉത്തരം എഴുതാൻ കഴിയണം. അപ്പൊ 56 രാജ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ കയ്യിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ 56 രാജ്യങ്ങൾ നമുക്ക് വിസ കൂടാതെ സന്ദർശിക്കാനായിട്ട് കഴിയും. കൂടാതെ നമ്മുടെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഏതാണെന്ന് അറിയാമോ? ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഉള്ള രാജ്യമാണ് സിംഗപ്പൂർ കേട്ടോ. ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഉള്ള രാജ്യം ഏതാണ്? സിംഗപ്പൂരാണ്. എന്ത് ചെയ്യാം? 197 ഇടങ്ങളിൽ സിംഗപ്പൂരിന് വിസ കൂടാതെ പ്രവേശിക്കാനായിട്ട് കഴിയും. 197 രാജ്യങ്ങളിൽ സിംഗപ്പൂരിന്റെ വിസ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വിസ കൂടാതെ പ്രവേശിക്കാനായി കഴിയും. രണ്ടാം സ്ഥാനത്തുള്ള അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്ത് ഏറ്റവും ശക്തിയുള്ള പാസ്പോർട്ട് എന്ന് പറയുന്നത് സിംഗപ്പൂരാണ്. രണ്ടാം സ്ഥാനത്തുള്ളത് ജപ്പാനാണ്. മൂന്നാം സ്ഥാനത്തുള്ളത് ദക്ഷിണ കൊറിയയാണ്. സൗത്ത് കൊറിയയാണ് മൂന്നാം സ്ഥാനത്തുള്ളത്. ഓക്കെ, ഏറ്റവും ബാക്കിലുള്ളത് ആരാണ്? ഏറ്റവും ബാക്കിലുള്ളത് അഫ്ഗാനിസ്ഥാനാണ് കേട്ടോ. ഏറ്റവും ബാക്കിലുള്ളത് അഫ്ഗാനിസ്ഥാൻ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 82-ൽ നിന്നും നിലവിൽ 80 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ പാസ്പോർട്ട് കൈവശമുള്ള ഒരാൾക്ക് 56 രാജ്യങ്ങളിൽ എന്ത് ചെയ്യാം? വിസ കൂടാതെ സന്ദർശിക്കാനായി കഴിയും. ഏറ്റവും ശക്തിയുള്ള പാസ്പോർട്ട് സിംഗപ്പൂരിലാണ്. 197 രാജ്യങ്ങളിൽ എന്ത് ചെയ്യാം? വിസ കൂടാതെ സന്ദർശിക്കാം. രണ്ടാം സ്ഥാനത്ത് ജപ്പാനാണ്. മൂന്നാം സ്ഥാനത്ത് ദക്ഷിണ കൊറിയയാണ്. ഏറ്റവും ബാക്കിൽ ആരാണ്? അഫ്ഗാനിസ്ഥാനാണ്. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അതിഥി തൊഴിലാളികൾക്ക് സുരക്ഷാ ബോധവൽക്കരണം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി അഗ്നിസേന തയ്യാറാക്കിയ പദ്ധതിയുടെ പേരെന്താണ്? എന്താണ്? അതിഥി തൊഴിലാളികൾ നമുക്കറിയാം വലിയ എഡ്യൂക്കേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാണ് ഈ പറയുന്ന അതിഥി തൊഴിലാളികൾ അല്ലെ. അപ്പൊ ഈ പറയുന്ന അതിഥി തൊഴിലാളികൾക്ക് എന്ത് ചെയ്യുക? സുരക്ഷയെ കുറിച്ചുള്ള സുരക്ഷാ ബോധവൽക്കരണം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി അഗ്നിസേന തയ്യാറാക്കിയ പദ്ധതിയുടെ പേര് ചോദിച്ചാൽ അതിന്റെ പേരെന്താണ്? മിലാപ്പ് എന്നാണ് കേട്ടോ. മിലാപ്പ് എന്നാണ് ഈ പറയുന്നത്. മിലാപ്പ് എന്ന് പറഞ്ഞാൽ മൈഗ്രൻസ് ലേബർ അവയർനെസ് പ്രോഗ്രാം. എന്താണ്? മൈഗ്രൻസ് ലേബർ അവയർനെസ് പ്രോഗ്രാം ആണ് മിലാപ്പ് എന്ന് പറഞ്ഞാൽ. അതൊന്ന് പഠിച്ചു വെച്ചേക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മിലാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഫുൾ ഫോമും പഠിച്ചു വെക്കണം. മൈഗ്രൻസ് ലേബർ അവയർനെസ് പ്രോഗ്രാം കേട്ടോ. മൈഗ്രൻസ് ലേബർ അവയർനെസ് പ്രോഗ്രാം, അതാണ് എംലാപ്പ് അല്ലെങ്കിൽ മിലാപ്പ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ മൈഗ്രൻസ് ലേബർ അവയർനെസ് പ്രോഗ്രാം ആണ് എംലാപ്പ് അല്ലെങ്കിൽ മിലാപ്പ്. അപ്പോൾ അതിന്റെ ഫുൾ ഫോം ആണ് നമ്മൾ പറഞ്ഞു മൈഗ്രൻസ് ലേബർ അവയർനെസ് പ്രോഗ്രാം. എന്താണ് ഈ പറയുന്ന എംലാപ്പ്? അതിഥി തൊഴിലാളികൾക്ക് സുരക്ഷാ ബോധവൽക്കരണം നൽകുന്നതിന് വേണ്ടി ആര് തയ്യാറാക്കിയതാണ്? അഗ്നിസേന, ഫയർഫോഴ്സ് തയ്യാറാക്കുന്ന പ്രോഗ്രാമിന്റെ പേരാണ് മിലാപ്പ് അല്ലെങ്കിൽ മൈഗ്രൻസ് ലേബർ അവയർനെസ് പ്രോഗ്രാം. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ഒഴിവുകളുടെ എണ്ണവും, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ചോദ്യമാണ്. ഒഴിവുകളുടെ എണ്ണവും സംവരണത്തിന്റെ അനുപാതവും വ്യക്തമാക്കാതെ, എന്താണ്? ഒഴിവുകളുടെ എണ്ണവും സംവരണത്തിന്റെ അനുപാതവും വ്യക്തമാക്കാതെയുള്ള തൊഴിൽ വിജ്ഞാപനം നിയമവിരുദ്ധമാണ് എന്ന് വിധിച്ചത് സുപ്രീം കോടതിയാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ PSC ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെ. എന്താണ്? ഒഴിവുകളുടെ എണ്ണം അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? സംവരണത്തിന്റെ അനുപാതവും അല്ലെ, ഒഴിവുകളുടെ എണ്ണവും സംവരണത്തിന്റെ അനുപാതവും അറിയിക്കാതെയുള്ള വിജ്ഞാപനം അല്ലെങ്കിൽ തൊഴിൽ വിജ്ഞാപനങ്ങൾ നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞത് ആരാണ് പറഞ്ഞത്? സുപ്രീം കോടതി അങ്ങനെ ഒരു വിധി ഇടയ്ക്ക് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം നിലവിലെ കേരള ഗവർണർ ആരാണ്? നിലവിലെ കേരള ഗവർണർ നമുക്കറിയാം രാജേന്ദ്ര ആർലേക്കർ ആണ് അല്ലെ. രാജേന്ദ്ര ആർലേക്കർ ആണ് നിലവിലത്തെ കേരള ഗവർണർ. ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു. പുള്ളിക്കാരെ ഇപ്പൊ എങ്ങോട്ട് പോയി? ബീഹാറിലോട്ട് പോയി അല്ലെ. ബീഹാറിലോട്ട് പോയി. അപ്പോ അതുപോലെ തന്നെ ഗോവയിലെ നമ്മുടെ രാജേന്ദ്ര ആർലേക്കർ നമ്മുടെ കേരളത്തിലേക്കും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നിലവിലത്തെ കേരള ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ അല്ലെങ്കിൽ RV ആർലേക്കർ എന്നും ചോദിച്ചേക്കാം. RV ആർലേക്കർ എന്നും ചോദിച്ചേക്കാം. അതുപോലെ തന്നെ നിലവിലത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇമ്പോർട്ടന്റ് ആണ്. നിലവിലത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിച്ചാൽ നിധിൻ മധുകർ ജാംദർ ആണ് അല്ലെ. നിധിൻ മധുകർ ജാംദർ ആണ് നിലവിലത്തെ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. നിധിൻ മധുകർ ജാംദർ ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? 13 ചോദ്യങ്ങളായിട്ടുണ്ട്. അടുത്ത ചോദ്യം, നമ്മുടെ 14ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈയിടയ്ക്ക് അന്തരിച്ചിട്ടുള്ള MT വാസുദേവൻ നായർ. അപ്പൊ MT വാസുദേവൻ നായരുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ പഠിച്ചു വെച്ചേക്കുക. കാരണം അതിൽ നിന്ന് ചോദ്യം എന്തായാലും കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തു നിന്ന് പരീക്ഷയ്ക്ക് ഉണ്ടാവും കേട്ടോ. റീസെന്റ് ഡെത്ത് ആയതുകൊണ്ട് അത് ഓർത്തിരിക്കണം. അപ്പോൾ നമ്മുടെ അന്തരിച്ച എഴുത്തുകാരനായിട്ടുള്ള MT വാസുദേവൻ നായരുടെ സ്മരണയ്ക്കായിട്ട് സ്കൂൾ കലോത്സവ വേദിക്ക് നൽകുന്ന പേരാണ് MT നിള കേട്ടോ. പഠിച്ചു വെച്ചേക്കുക. എന്താണ്? MT നിള എന്നാണ് അല്ലെ. MT നിള. അപ്പൊ MT വാസുദേവൻ നായരുടെ സ്മരണയ്ക്കായിട്ട് സ്കൂൾ കലോത്സവ വേദിക്ക് നൽകുന്ന പേരാണെന്ത്? MT നിള. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ 148ാമത് ജന്മദിനം, എത്രയാണ്? 148ാമത് ജന്മദിനം ആചരിക്കുന്ന NSS അല്ലെങ്കിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനും നവോത്ഥാന നായകനുമായ വ്യക്തി ആരാണ്?
മന്നത്ത് പത്മനാഭനാണ് അല്ലെ. നമ്മുടെ സവർണ ജാഥ വിമോചന സമരം അറിയാലോ മന്നത്ത് പത്മനാഭനെ. അപ്പോ 148ാമത് ജന്മദിനം ആചരിക്കുന്ന NSS അല്ലെങ്കിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനും നവോത്ഥാന നേതാവുമായിട്ടുള്ള വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. അപ്പൊ 148 ആണെങ്കിൽ അത് ആരുടെയാണ്? മന്നത്ത് പത്മനാഭന്റെ ആണെന്ന് അറിഞ്ഞിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 16ാമത്തെ ചോദ്യം ഇതാണ്. 2025 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായ ഗാനരചയിതാവ് ആരാണ്? ഇമ്പോർട്ടന്റ് ആണ്. 2025 ആരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് അല്ലെ. 2025 കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടെത്തുക കേട്ടോ. കണ്ടെത്തി കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ ഒരു 1 വേ കമ്മ്യൂണിക്കേഷനിലുള്ള പഠനം അത്ര നല്ലതല്ല. അതുകൊണ്ടാണ് നിങ്ങളെ കൂടി ഞാൻ ഇതിലോട്ട് എൻഗേജ് ആക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ എൻഗേജ്മെന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ എന്താണ് ഈ ഒരു പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് എന്നെയും വീണ്ടും കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നതാണ്. അപ്പൊ 2025 കൈതപ്രമാണെങ്കിൽ 2024 നമ്മുടെ ഹരിവരാസന പുരസ്കാരം ലഭിക്കുന്നത് ആർക്കാണെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. അപ്പൊ 2 ഹോംവർക്ക് ഞാൻ തന്നിട്ടുണ്ട്. ഒന്നാമത്തത് ഓർമ്മയുണ്ടല്ലോ. രണ്ടാമത്തത് ഇതാണ്. 2024 നമ്മുടെ ഹരിവരാസന പുരസ്കാരം ആർക്കാണ് കിട്ടുന്നതെന്ന് അറിയിക്കുക. ഓക്കെ. അപ്പൊ നമ്മുടെ 17ാമത്തെ ചോദ്യം ഇതാണ്. P. ജയചന്ദ്രൻ അന്തരിച്ചതെന്നാണ്. അപ്പൊ 2025 ജനുവരി 9 അന്തരിക്കുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള എന്താണ് നമ്മുടെ ഗായകനാണ് നമ്മുടെ P. ജയചന്ദ്രൻ അല്ലെ. അപ്പൊ ജയചന്ദ്രൻ മാഷുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ P. ജയചന്ദ്രൻ അന്തരിക്കുന്ന 2025 ജനുവരി 9 P. ജയചന്ദ്രൻ അന്തരിക്കുന്നത് 2025 ജനുവരി 9 അദ്ദേഹത്തിന് 1972, 78, 99, 2004, 2015 മികച്ച ഗായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. അപ്പോ 5 വർഷം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? മികച്ച ഗായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെ വർഷങ്ങളാണ് ഞാൻ പറഞ്ഞു? 1972, അതുപോലെ തന്നെ 78, 1999, അതുപോലെ തന്നെ 2004, 2015 എന്നിങ്ങനെ 5 വർഷം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ P. ജയചന്ദ്രൻ എന്ത് കിട്ടുന്നുണ്ട്? മികച്ച ഗായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കിട്ടുന്നുണ്ട്. കൂടാതെ 2020 JC ഡാനിയൽ പുരസ്കാരത്തിനും അദ്ദേഹം അർഹനായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ആണ്. അപ്പോ P. ജയചന്ദ്രൻ അന്തരിക്കുന്നത് 2025 ജനുവരി 9 5 തവണ അദ്ദേഹത്തിന് മികച്ച ഗായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കിട്ടുന്നുണ്ട്. 72, 78, 99, 2004, 2015. കൂടാതെ 2020 അദ്ദേഹത്തിന് JC ഡാനിയൽ പുരസ്കാരം കൂടി ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാൻ, മനസ്സിലാക്കി വെച്ചേക്കുക. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ. അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത് 17 ചോദ്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ ഞാൻ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യുന്നു. നിങ്ങൾക്ക് അതിന്റെ കൂടെ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചെടുക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞത് ഏതുവരെയാണ് പറഞ്ഞത്? 6 ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കേരള ശാസ്ത്ര പുരസ്കാരം 2023 കേരള ശാസ്ത്ര പുരസ്കാരം കിട്ടുന്ന ആർക്കാണ്? S. സോമനാഥിനാണ് അല്ലെ. ISRO മുൻ ചെയർമാൻ S. സോമനാഥ്. നിലവിലത്തെ ISRO ചെയർമാന്റെ പേര് നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 80, നേരത്തെ 82. അതുപോലെ തന്നെ 56 രാജ്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? പാസ്പോർട്ട് ഇല്ലാതെ അല്ലെങ്കിൽ ഈ പറയുന്ന വിസ ഇല്ലാതെ നമുക്ക് സന്ദർശിക്കാനായി. അതുപോലെ തന്നെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് സിംഗപ്പൂരിന്റെയാണ്. 197 രാജ്യങ്ങളിൽ വിസ കൂടാതെ സന്ദർശിക്കാം. 2ാം സ്ഥാനത്ത് ജപ്പാനും, 3ാം സ്ഥാനത്ത് ദക്ഷിണ കൊറിയയുമാണ്. ഏറ്റവും ബാക്കിലാരാണ്? അഫ്ഗാനിസ്ഥാനാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന അതിഥി തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അഗ്നിസേന തയ്യാറാക്കിയ പദ്ധതിയുടെ പേരാണ് MLAP അല്ലെങ്കിൽ മിലാപ്പ് എന്ന് പറയുന്നത്, മൈഗ്രൻസ് ലേബർ അവയർനെസ് പ്രോഗ്രാം. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഒഴിവുകളുടെ എണ്ണവും സംവരണത്തിന്റെ അനുപാതവും വ്യക്തമാക്കാതെയുള്ള തൊഴിൽ വിജ്ഞാപനം നിയമവിരുദ്ധമാണ് എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. നിലവിലെ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, RV ആർലേക്കർ, രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ്. നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് നിതിൻ മധുകർ ജാംദർ. അതുപോലെ തന്നെ അന്തരിച്ച എഴുത്തുകാരനായിട്ടുള്ള MT വാസുദേവൻ നായരുടെ സ്മരണയ്ക്കായിട്ട് സ്കൂൾ കലോത്സവത്തിന് കൊടുക്കുന്ന വേദി, സ്കൂൾ കലോത്സവത്തിന്റെ വേദിയുടെ പേരെന്താക്കി? MT നിളാന്നാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. 148ാമത് ജന്മദിനം ആചരിക്കുന്ന NSSന്റെ സ്ഥാപകൻ ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. 2025 ഹരിവരാസന പുരസ്കാരം കിട്ടുന്നത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിപ്പാടാണ്. 2024 ആരാണെന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ P. ജയചന്ദ്രന്റെ കുറച്ച് കാര്യം. 2025 ജനുവരി 9 അന്തരിക്കുന്നു. 72,
78, 99, 2004, 15 അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നു? മികച്ച ഗായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 2020 അദ്ദേഹത്തിന് JC ഡാനിയൽ പുരസ്കാരം കൂടി ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി കുറച്ച് ചോദ്യങ്ങൾ കൂടിയുണ്ട്. അടുത്ത ചോദ്യമാണ്, നിലവിലെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആരാണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക. നിലവിലത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആണ് ഡോക്ടർ സിസ തോമസ്. എന്താണ്? ഡോക്ടർ സിസ തോമസ് എന്നാണ് അവരുടെ പേര്. അപ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറിന്റെ പേര് ചോദിച്ചാൽ ഡോക്ടർ സിസ തോമസ് എന്നാണ്. ഓക്കെ അല്ലേ? നമ്മുടെ ഈ പറയുന്ന ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരാണെന്ന് അറിയാമോ? അത് സജി ഗോപിനാഥ് ആണ്. അതുകൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക, സജി ഗോപിനാഥ് ആണ് കേട്ടോ. അപ്പൊ നിലവിലത് സിസ തോമസ് എന്ന് തന്നെയാണ്. ആ ഒരു ലേഡിയുടെ പേര് സിസ തോമസ് തന്നെയാണ്. CIZA എന്നാണ് പേര്, സിസ തോമസ് എന്നാണ്. അപ്പോ ആദ്യത്തെ ആരാണ്? അത് സജി ഗോപിനാഥാണ്. അറിയായിരിക്കും, സജി ഗോപിനാഥാണ്. അപ്പോ 19ാമത്തെ ചോദ്യം ഇതാണ്. നമ്മുടെ 2024 സ്കൂൾ കലോത്സവത്തിന്റെ വേദി ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. അതിന്റെ ജേതാക്കൾ ആരാണ്? തൃശ്ശൂരാണ് അല്ലെ? തൃശ്ശൂരാണ്, പഠിച്ചു വെച്ചേക്കുക. 2024 സ്കൂൾ കലോത്സവത്തിന്റെ വേദി ചോദിച്ചാൽ അത് എവിടെയാണ്? തിരുവനന്തപുരമാണ്. അതിന്റെ വേദി അല്ലെങ്കിൽ അതിന്റെ ജേതാക്കൾ ആരാണെന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂരാണ്. അപ്പൊ ഈ പറയുന്ന നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾക്കുള്ള സ്വർണ്ണ കപ്പ് രൂപകൽപ്പന ചെയ്ത വ്യക്തിയുടെ പേരാണ് ചിറയിൻകീഴ് ശ്രീകണ്ഠൻ നായർ. പഠിച്ചു വെച്ചേക്കേണ്ടതാണ്. ചിറയിൻകീഴ് ശ്രീകണ്ഠൻ നായരാണ് എന്ത് ചെയ്യുന്നത്? സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾക്കുള്ള സ്വർണ്ണ കപ്പ് രൂപകൽപ്പന ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ചിറയിൻകീഴ് ശ്രീകണ്ഠൻ നായരാണ്. ഓക്കെ, അപ്പൊ സ്കൂൾ കലോത്സവം 2024 വേദി തിരുവനന്തപുരവും ജേതാക്കൾ തൃശ്ശൂരും, ഇതിന്റെ സ്വർണ്ണ കപ്പിന്റെ രൂപകൽപ്പന ചെയ്തത് ചിറയിൻകീഴ് ശ്രീകണ്ഠൻ നായരുമാണ്. എന്നാൽ സംസ്ഥാന ബഡ്സ് സ്കൂൾ കലോത്സവത്തിന്റെ ജേതാക്കൾ ആരാണ്? വയനാടാണ്. ഇത് രണ്ടും തമ്മിൽ മാറിപ്പോരുത്. നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ജേതാക്കൾ തൃശ്ശൂരും സംസ്ഥാന ബഡ്സ് കലോത്സവത്തിന്റെ ജേതാക്കളാണെങ്കിൽ അത് വയനാടാണ്. വയനാടില് പൂക്കളുണ്ടെന്ന് പഠിച്ചാൽ കേട്ടോ. വയനാടില് പൂക്കളുണ്ട്. പൂക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂക്കളുടെ ചെറിയ രൂപമാണ് ബഡ്സ് എന്ന് പറഞ്ഞത്. അപ്പൊ ബഡ്സ് കലോത്സവത്തിന്റെ ജേതാക്കൾ ആരാണെന്ന് ചോദിച്ചുള്ളത് വയനാടാണ്. 2ാം സ്ഥാനം കിട്ടിയത് തൃശ്ശൂരാണ്. അത് പഠിച്ചു വെച്ചേക്കണം. 2ാം സ്ഥാനം തൃശ്ശൂരാണ്. നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം 2024 ജേതാക്കള് തൃശ്ശൂരും സംസ്ഥാന ബഡ്സ് കലോത്സവത്തിന്റെ 2ാം സ്ഥാനം കിട്ടിയത് തൃശ്ശൂരുമാണ്. എന്നാൽ സംസ്ഥാന ബഡ്സിന്റെ ജേതാക്കൾ വയനാടുമാണ്. ക്ലിയർ അല്ലേ? ഇതൊരു കറണ്ട് അഫയർ GK ആയിട്ടൊന്നും പഠിക്കണ്ട, ഓർത്തിരുന്നാൽ മതി. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളിയാണ് ഗ്രീഷ്മ. അറിയാലോ, നമ്മുടെ കഷായം. അതൊന്നും അങ്ങനെ പഠിക്കേണ്ട കാര്യമൊന്നുമല്ല. എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പൊതുവിജ്ഞാനത്തിന് വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. 22ാമത്തെ ചോദ്യം, ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിക്ക് നിർമ്മാണ ചുമതല ലഭിച്ചത് ഏത് ഗ്രൂപ്പിനാണെന്ന് ചോദിച്ചാൽ ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ്. അദാനി ഗ്രൂപ്പ് എന്നും അംബാനി ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും. ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ചോദ്യമാണ്. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിക്ക് നിർമ്മാണ ചുമതല ലഭിച്ചത് ആർക്കാണ്? ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് ചൂരൽമല മുണ്ടക്കൈയുടെ പുനരധിവാസ പദ്ധതിക്കുള്ള നിർമ്മാണ ചുമതല ലഭിക്കുന്നത്. കുംഭമേള നിങ്ങൾക്കറിയാം. കുംഭമേള എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മഹാകുംഭമേള പഠിക്കണം, അർദ്ധകുംഭമേള പഠിക്കണം, കുംഭമേള പഠിക്കണം. ഓക്കെ, ഇതില് കുംഭമേള നടക്കുന്നത് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ 4 സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. ഒന്ന് എവിടെയാണ്? ഹരിദ്വാർ. 2 പ്രയാഗ്രാജ്, 3 നാസിക്, അതുപോലെ തന്നെ 4 ഉജ്ജയിൻ. ഈ പറയുന്ന 4 സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? കുംഭമേള നടക്കുന്നുണ്ട്. അപ്പൊ കുംഭമേള നടക്കുന്ന എവിടെയൊക്കെയാണ്? ഹരിദ്വാർ, പ്രയാഗ്രാജ്, നാസിക്, അതുപോലെ തന്നെ ഉജ്ജയിൻ. ഈ പറയുന്ന 4 സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? കുംഭമേളകൾ നടക്കുന്നുണ്ട്. എന്നാൽ അർദ്ധകുംഭമേള നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് 2 സ്ഥലങ്ങളിലാണ്. ഓക്കെ, ഹരിദ്വാറിലും അതുപോലെ തന്നെ പ്രയാഗ്രാജിലുമാണ് എന്ത് ചെയ്യുന്നത്? അർദ്ധ കുംഭമേള നടക്കുന്നത്. മഹാകുംഭമേള നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പ്രയാഗ്രാജിലാണ്. ഒറ്റ സ്ഥലത്തേ ഉള്ളൂ, പ്രയാഗ്രാജിലാണ്. ഇത് 3ഉം കൃത്യമായി കാണാതെ പഠിക്കുക. കുംഭമേള നടക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ഹരിദ്വാർ, പ്രയാഗ്രാജ്, നാസിക്, ഉജ്ജയിൻ. അർദ്ധ കുംഭമേളയാണെങ്കിൽ 2 4 ഉണ്ട്. അതിന്റെ പകുതി അർത്ഥം അല്ലെ, പകുതി എവിടെയൊക്കെയാണ്? ഹരിദ്വാറും പ്രയാഗ്രാജിലുമാണ് എന്ത് ചെയ്യുന്നത്? അർദ്ധ കുംഭമേള നടക്കുന്നത്. എന്നാൽ മഹാകുംഭമേള നടക്കുന്ന എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു, പ്രയാഗ്രാജിലാണ്. ഈ പറയുന്ന മഹാകുംഭമേള നടക്കുന്നത് പ്രയാഗ്രാജിലാണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ 24ാമത്തെ ചോദ്യമാണ്, കോർപ്പറേഷൻ ജീവനക്കാർക്ക് 2 മക്കളിൽ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിയമം ഉള്ള സംസ്ഥാനം ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ്. ഒന്ന് പഠിച്ചു വെച്ചേക്കുക. കോർപ്പറേഷൻ ജീവനക്കാരാണോ? നിങ്ങൾക്ക് 2 മക്കളെ പാടുള്ളൂ. ഇത് ഏത് സംസ്ഥാനമാണ് പറയുന്നത്? കേരളമല്ല, മഹാരാഷ്ട്രയാണ്. കോർപ്പറേഷൻ ജീവനക്കാർക്ക് 2 മക്കളിൽ കൂടുതൽ പാടില്ല എന്ന് പറയുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് ഏത് സംസ്ഥാനമാണെന്ന് പറയണം?
മഹാരാഷ്ട്രയാണ് എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞു വെച്ചേക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ലാസ്റ്റ് റൗണ്ടിൽ പറഞ്ഞ 4 ചോദ്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറയുന്നു. എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മുടെ സ്കൂൾ കലോത്സവത്തിന്റെ കാര്യം പറഞ്ഞു അല്ലെ. വേദി വന്നിട്ട് തിരുവനന്തപുരം, ജേതാക്കൾ തൃശ്ശൂരാണ്, രൂപകൽപ്പന ചെയ്തത് ചിറയൻകീഴ് ശ്രീകണ്ഠൻ നായരാണ്. ബഡ്സ് കലോത്സവത്തിന്റെ ജേതാക്കൾ വയനാടാണ്, 2ാം സ്ഥാനം തൃശ്ശൂരാണ്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ആര്? ഗ്രീഷ്മ. നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിക്ക് നിർമ്മാണ ചുമതലയുള്ളത് ഏത് ബാങ്ക്? ആരാണ്? ഊരാളുങ്കൽ സൊസൈറ്റിയാണ് അല്ലെ, ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. കുംഭമേള ഞാൻ പറഞ്ഞു. കുംഭമേള നടക്കുന്നത് ഹരിദ്വാർ, പ്രയാഗ്രാജ്, നാസിക്, ഉജ്ജയിനി. അർദ്ധ കുംഭമേളയാണെങ്കിൽ ഹരിദ്വാറും പ്രയാഗ്രാജുമാണ്. മഹാകുംഭമേളയാണെങ്കിൽ അത് പ്രയാഗ്രാജിൽ മാത്രമാണ്. കോർപ്പറേഷൻ ജീവനക്കാരുടെ മക്കൾക്ക് അല്ലെങ്കിൽ കോർപ്പറേഷൻ ജീവനക്കാർക്ക് 2 മക്കളിൽ കൂടുതൽ പാടില്ല എന്ന് പറയുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇനിയുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. 2025 പ്രത്യേകതകൾ പഠിച്ചു വെച്ചിരിക്കുക. എന്ന് വെച്ചാൽ നമുക്കറിയാം 2025 ഒരുപാട് പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ 2011 ആണെങ്കിൽ മരങ്ങളുടെ വർഷമാണ് അല്ലെ, മരങ്ങളുടെ വർഷമാണ്. ആ രീതിയിൽ നമുക്കറിയാം ഒരുപാട് പ്രത്യേകതകൾ എന്ത് ചെയ്യുന്നുണ്ട് 2025 വരുന്നുണ്ട്. ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ 2025 കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷം, അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് വർഷം, അതുപോലെ തന്നെ സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷം, അന്താരാഷ്ട്ര സഹകരണ വർഷം, ഹിമാനികളുടെ സംരക്ഷണ വർഷം. ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് ക്വാണ്ടം സയൻസ് വർഷമായിട്ട് ആചരിക്കുന്നതും, സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും വർഷമായിട്ട് ആചരിക്കുന്നതും, അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ട് ആചരിക്കുന്നതും, ഹിമാനികളുടെ സംരക്ഷണ വർഷമായിട്ട് ആചരിക്കുന്നതും എന്തിനെ തന്നെയാണ്? 2025 തന്നെയാണ്. അപ്പൊ ഈ പറഞ്ഞ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടും അല്ലെങ്കിൽ ഏത് പരീക്ഷയ്ക്കും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. 2025 പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ്? ക്വാണ്ടം സയൻസ്, കൂടെ പറയുക, ക്വാണ്ടം സയൻസ്, സമാധാനം, വിശ്വാസം, സഹകരണം, ഹിമാനികളുടെ സംരക്ഷണം. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും പോയിന്റുകൾ എന്ത് ചെയ്യുക, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. 25 ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതെങ്കിലും ഏകദേശം നമ്മൾ 50-ൽ കൂടുതൽ കറണ്ട് അഫെയർ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ്സ് ആയിട്ട് നിങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ തന്ന ഹോംവർക്ക് 2 ചോദ്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ, ആ ചോദ്യം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്തുകൊണ്ട് വരുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുക. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.